നമ്മുടെ ഗതാഗത സൗകര്യങ്ങൾ ഇപ്പം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സമയമാണ്. അതുപോലെ സ്മാർട്ട് റോഡ് സ്മാർട്ട് സിറ്റി എന്നൊരു ആശയമായിട്ടാണ് നമ്മുടെ രണ്ട് കൂട്ടുകാരിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അവരെന്താണ് ഈ ആശയം എന്ന് അവരെന്നെ പറഞ്ഞു. എൻ്റെ പേര് മനോജ്, ഞാൻ കാസർഗോഡ് നിന്ന് വരുന്നു. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് സ്മാർട്ട് റോഡ് ആൻഡ് സ്മാർട്ട് സിറ്റി എന്നൊരു പ്രൊജക്റ്റാണ്. ഇതിൽ മെയിനായിട്ട് ആർഡിനോ യൂനോ ബോർഡ് ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. നമ്മളെ റോഡിലെ അപകടങ്ങൾ പരമാവധി കുറയ്ക്കാനും നമ്മളെ റോഡ് സേഫ്റ്റി പരമാവധി വർദ്ധിപ്പിക്കാനും വേണ്ടി ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു സ്മാർട്ട് റോഡ് ആൻഡ് സ്മാർട്ട് സിറ്റി. കൂടാതെ നമ്മൾ സിറ്റി കൂടുതൽ ഡെവലപ്പ് ചെയ്യാനും വേണ്ടിയിട്ടും കൂടി ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഈ ഒരു സ്മാർട്ട് റോഡ് ആൻഡ് സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത്. ഒന്നാമതായി വെതർ സ്റ്റേഷൻ, നമ്മളെ ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും ഒക്കെ ഇതിലേക്ക് കാണിക്കും. പിന്നെ ഗ്യാസ് ഡിറ്റക്ഷൻ ചെയ്താൽ അത് നമുക്ക് ഒരു ബസർ ബീപ്പ് ചെയ്തിട്ട് നമ്മളെ സിറ്റി മുഴുവനും കേൾക്കാൻ പറ്റും. പിന്നെ വേറെന്ന് പറയുന്നത് ആംബുലൻസ് സിസ്റ്റം നമ്മൾ ഒരു ആംബുലൻസ് നമ്മുടെ റോഡിൽ ഉണ്ടാവുകയാണെങ്കിൽ, റോഡിലെ പാസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണിക്കുകയും നമ്മളെ ബസർ ബീപ്പ് ചെയ്യുകയും ചെയ്യും. പിന്നെ സ്മാർട്ട് എ ടി എമ്മിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ OTP എൻ്റർ ചെയ്താൽ കൂടി മാത്രമേ നമ്മളെ പൈസ പിൻവലിക്കാൻ പറ്റുള്ളൂ, ആ ഒരു സംവിധാനം. പിന്നെ വേറെന്ന് പറയുന്നത് നമ്മളെ സേഫ്റ്റി സിസ്റ്റം, അതായത് ഒരു ടേണിങ്ങിൽ ഈ ഒരു അൾട്രാസോണിക് സെൻസർ വെഹിക്കിൾസിനെ ഡിറ്റക്ട് ചെയ്യുകയും ഇവിടെ ഒരു മെസ്സേജ് നൽകുകയും ഈ ഒരു സ്ക്രീന് നമ്മളിവിടെ കാണിക്കുകയും ചെയ്യും. ആ ഒരു സിസ്റ്റമാണ് ഈ ഒരു ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ നമ്മളെ റോഡിന്റെ അവസ്ഥ എപ്രകാരമാണ്, അല്ലെങ്കിൽ മഴക്കാലത്ത് നമ്മളെ റോഡ് സ്ലിപ്പറി ആണോ, ആ ഒരു കാര്യം കൂടി കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരു റെയിൻ ഡ്രോപ്പ് സെൻസർ ഉപയോഗിച്ചിട്ട് നമ്മളെ റോഡിന്റെ അവസ്ഥ എപ്രകാരമാണ് കാണിക്കുന്ന ഒരു സ്ക്രീൻ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വേറെ എന്ന് പറയുന്നത് പാർക്കിങ്ങിന്റെ സിസ്റ്റം, പാർക്കിങ്ങിൽ നമ്മൾ എത്ര സ്ലോട്ട് അവൈലബിൾ എന്ന് പറഞ്ഞിട്ട് അവർ ഒരു ഡിസ്പ്ലേയിൽ കാണിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ആർഡിനോ യൂനോ ബോർഡാണ്. ആർഡിനോ യൂനോ ബോർഡും പിന്നെ കുറച്ച് സെൻസേഴ്സും പിന്നെ കുറച്ച് LCD ഡിസ്പ്ലേ, OLED ഡിസ്പ്ലേ, അങ്ങനെ കുറച്ച് മൊഡ്യൂൾസും സെൻസേഴ്സും ഡിസ്പ്ലേസും യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പ്രൊജക്റ്റാണ് ഈ ഒരു സ്മാർട്ട് റോഡ് ആൻഡ് സ്മാർട്ട് സിറ്റി. ഇതിൽ മെയിനായിട്ട് ചെയ്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് സ്ട്രീറ്റ് ലൈറ്റ് സിസ്റ്റം, റെയിൻ ഡിറ്റക്ഷൻ സിസ്റ്റം, സ്പീഡ് മോണിറ്ററിംഗ് സിസ്റ്റം, സ്മാർട്ട് പാർക്കിംഗ് സിസ്റ്റം, റിന്യൂവബിൾ എനർജി യൂസിങ് പീസോ ഇലക്ട്രിസിറ്റി, സ്മാർട്ട് ബ്രിഡ്ജ്, സ്മാർട്ട് ആംബുലൻസ് സിസ്റ്റം, പിന്നെ വെതർ GPS റഡാർ സിസ്റ്റം, പിന്നെ ഫയർ ഡിറ്റക്ഷൻ സിസ്റ്റം, സ്മാർട്ട് ATM, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ട് ഒരു പ്രൊജക്റ്റാണിത്. മെയിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ESP32 പോലുള്ള മൊഡ്യൂൾസും ആർഡിനോ യൂനോ കൂടി ചേർത്തിട്ടാണ്. മനോജിനെ പോലെ തന്നെ സ്മാർട്ടായ ഒരു ഐഡിയ ആണ്. എന്തായാലും കേരളത്തിന് ഭയങ്കര സ്മാർട്ടായ ഒരു ഐഡിയ സമ്മാനിച്ച മനോജ് തന്നെ അല്ലേ, മനോജിന്റെ ഒരു ആശയം വളരെ ഗംഭീരമായിട്ടുണ്ട്. മുഹമ്മദ് ജാബിർ.